നമസ്കാരം. സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്ത ക്വസ്റ്റ്യന്റെ ബാക്കി പാർട്ടാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ പാർട്ട് കണ്ടിട്ടില്ലാത്തവർ പോയെന്ന് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരം. മഞ്ചേശ്വരമാണ് കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത്. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? 1.18. 1.18 ആണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൽ കേരളത്തിന്റെ ശതമാനം. എത്രയാണ്? 1.18 ആണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൽ കേരളത്തിന്റെ ശതമാനം. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം? കുണ്ടറ. കുണ്ടറയാണ് കളിമൺ നിക്ഷേപം കൂടുതലുള്ള കേരളത്തിലെ പ്രദേശം. മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പെഡോളജി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം? സൈലന്റ് വാലി. സൈലന്റ് വാലിയാണ് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം. സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണിത്. 1980-ലാണ് ഇത് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? കൈത്തറി. തനിമ, കൃതിക എന്നീ പദ്ധതികൾ കൈത്തറി മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളാണ്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് എവിടെയാണ്? ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നീണ്ടകര. നീണ്ടകരയിലാണ് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ്. KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്? ബ്രഹ്മപുരം. ബ്രഹ്മപുരത്തെ പവർ പ്ലാന്റ് ആണ് KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്. ബ്രഹ്മപുരം എവിടെയാണ്? കൊച്ചി. എറണാകുളം, കൊച്ചി ഭാഗത്തായിട്ടാണ് ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് വരുന്നത്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? നിലമ്പൂർ. നിലമ്പൂരാണ് സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം. ചാലിയാർ നദിക്കരയിലുള്ള ഒരു പട്ടണമാണ് നിലമ്പൂർ. മലപ്പുറം ജില്ലയിലാണ് നിലമ്പൂർ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ഡിണ്ടിഗൽ, കൊല്ലം. ദേശീയപാത 183 ഏതാണ്? ഡിണ്ടിഗൽ, കൊല്ലം. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഡിണ്ടിഗലും കൊല്ലവും. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? ആഗമാനന്ദ സ്വാമി. ആഗമാനന്ദ സ്വാമിയാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത്. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാനാണ് 1114 കഥ എന്ന കൃതി രചിച്ചത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത? അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? വെങ്ങാനൂർ. വെങ്ങാനൂരിലാണ് 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത്. 1733 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണ്ണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ? വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമിയാണ് 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണ്ണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. തലശ്ശേരിയിൽ നിന്നുമുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. ആറ്റിങ്ങൽ കലാപം ഏതു വർഷമായിരുന്നു? 1721. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം?
ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം 1797. 1797 ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം എന്തുമായി ബന്ധപ്പെട്ടാണ്? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? പഴശ്ശി വിപ്ലവം. പഴശ്ശി വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം 1930. ഉപ്പ് സത്യാഗ്രഹം നടന്നതെന്നാണ്? 1930. ആ വർഷം തന്നെയാണ് ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ചത്. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം 1930. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം? ശ്വാസകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണ് ശ്വാസകോശം. കേട്ടിട്ടില്ലേ? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരൾ. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ്. രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ K ആണ്. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? മെഡുല ഒബ്ലാങ്കേറ്റ. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം? സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? സെറിബെല്ലം. പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി. പേശികളെ കുറിച്ചുള്ള പഠനം എന്താണ്? മയോളജി. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ? വിറ്റാമിൻ C. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ C. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ഏതാണ്? ബയോട്ടിൻ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ബയോട്ടിൻ ആണ്. വൈറ്റമിൻ H. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി? അപ്പോളോ ഹോസ്പിറ്റൽ. അപ്പോളോ ഹോസ്പിറ്റൽ ആണ് സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാണ്? DDT. DDT ആണ് റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം. എന്താണ് DDT? ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികകളേവ? ഇലക്ട്രോൺ. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികകളാണ് ഇലക്ട്രോൺ. കലാമിൻ ഏതു ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ സിങ്കിന്റെ അയിരാണ്. സിങ്കിന്റെ അയിരാണ് കലാമിൻ. ഭാവിയിലെ ഇന്ധനം ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആണ് ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത്. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. ലൈസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏത്? ഓക്സിജൻ. ഓക്സിജൻ ആണ് ലൈസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഡാഷ്. ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം? ചലനം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം.
ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? ഇത് 2021 മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഈ ഓപ്ഷൻ പ്രകാരം 7 അവസ്ഥകളാണ്. പക്ഷേ ദ്രവ്യത്തിന് ഇത് കൂടാതെ 3 അവസ്ഥകൾ കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ 10 അവസ്ഥകളാണ് ദ്രവ്യത്തിനുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂമോൺ പ്ലാസ്മ, റൈഡ്ബർഗ് ജാൻ ടെല്ലർ മെറ്റൽ, കളർ ഗ്ലാസ് കണ്ടൻസേറ്റ്. ഇങ്ങനെ 10 അവസ്ഥകളാണുള്ളത്. ഞാൻ സൈഡിൽ 10 അവസ്ഥകളുടെയും പേരുകൾ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. 1 ന്യൂട്ടൺ എന്നാൽ ഡാഷ് ഡൈൻ. 10⁵ ഡൈൻ ആണ്. 1 ന്യൂട്ടൺ എന്നാൽ 10⁵ ഡൈൻ. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? പ്ലൂട്ടോ. പ്ലൂട്ടോയാണ് സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം. നമ്മൾ ഏകദേശം 40 ക്വസ്റ്റ്യൻസും അതിൽ ചിലതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും നോക്കിയിട്ടുണ്ട്. ഈ 40 ക്വസ്റ്റ്യൻസിൽ എത്ര ചോദ്യങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.